ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇതൊരു ചെറിയ സെഷനാണ്. ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഏറ്റവും അവസാനത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്, മറാത്തകളുടെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമുള്ള കോട്ടകൾ ആഡ് ചെയ്യപ്പെട്ടത്. അതിനുശേഷവും ഒരു വാർത്ത വന്നു, ഇന്ത്യയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിലേക്ക് പുതിയ കുറേ സൈറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടു. ആ സൈറ്റുകളായിരിക്കും നാളെ വീണ്ടും നമ്മൾ വാർത്തയിൽ വായിക്കുന്നത് എന്താണ്, അടുത്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി. അപ്പോൾ വീണ്ടും ഇത് വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ 44 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഈ 44 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള ആ കറൻസിയുടെ ബാക്ക് സൈഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ തന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം എന്താണ്, ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. അപ്പോൾ ഇത് ഈ ഒരൊറ്റ ക്ലാസ്സിൽ 44 സൈറ്റുകളെ പറ്റി സർഫസ് ലെവലിൽ ഒന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സീരീസ് ആയിരിക്കും. ഒരു 4 അല്ലെങ്കിൽ 5 ചെറിയ വീഡിയോകളിൽ എന്ന് പറയുമ്പോൾ 30 മിനിറ്റോളം ദൈർഘ്യം വരുന്ന വീഡിയോസിലായിരിക്കും ഞാനിത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് യുനെസ്കോ, എന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്നുള്ള ഒരു ബേസ് കാര്യം, പിന്നെ കുറച്ച് ഇതിനെപ്പറ്റി സ്ഥിരം ചോദിക്കുന്ന കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട 2 സൈറ്റുകൾ, 4 സൈറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ 2 സൈറ്റുകൾ നമ്മൾ കാണും. ഇനി വരാൻ പോകുന്ന ഇതിൻ്റെ പാർട്സിൽ ബാക്കിയുള്ള സൈറ്റുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ എന്താണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റി പഠിക്കുന്നതിന് മുൻപ് എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം പലർക്കും അറിയാം. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് 1945 നിലയിൽ വന്ന ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസിന് കുറേ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. അതിൻ്റെ സെക്രട്ടേറിയറ്റ് ആകട്ടെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ആകട്ടെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആകട്ടെ, അങ്ങനെ കുറച്ച് പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും ഉണ്ട്, ചില സ്പെഷ്യൽ ഫങ്ഷൻസ് നോക്കുന്ന. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യുനെസ്കോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഉദാഹരണമാണ്. IMF, വേൾഡ് ബാങ്ക് മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ട്. നമ്മുടെ ഫോക്കസ് ഏതാണ്? യുനെസ്കോയാണ്. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. എന്താ ഉദ്ദേശം? പ്രൊമോട്ടിംഗ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, ആർട്സ്, സയൻസ് ആൻഡ് കൾച്ചർ. ലോകസമാധാനം തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം. അത് പല രീതികളിൽ, അതിൽ ആർട്ട്, കൾച്ചർ തുടങ്ങിയ മേഖലകളിൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥാപനമാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് യുനെസ്കോയുടെ ലോഗോ. യുനെസ്കോയിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 194 അംഗരാജ്യങ്ങളുണ്ട്, മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട് 194. ഇതിൽ ഇന്ത്യ ഒരു മെമ്പറാണ്. ഇന്ത്യ യുനെസ്കോയുടെ മെമ്പർ ആയത് 1946 അപ്പൊ നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത് 1945. യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടർ ഒപ്പിട്ട ദിവസം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയുക. ആ ചാർട്ടർ നമ്മൾ ഇന്ന് ആ ദിവസം നമ്മൾ ഇന്ന് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നറിയാമെങ്കിൽ ഒന്ന് പറയുക, കമന്റ് ആയിട്ട് പറയുക കേട്ടോ. അപ്പോൾ 1945 യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വരുമ്പോൾ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായിട്ടില്ല. എന്തിനാ? ക്യാബിനറ്റ് മിഷൻ, ക്ലെമന്റ് ആറ്റ്ലിയുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യ അതിൽ അംഗമാകുമ്പോൾ, ഇന്ത്യ അന്നും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു, 946 സ്റ്റിൽ ഇന്ത്യ വാസ് എ കോളനി. ആ സമയത്താണ് അവർ യുനെസ്കോയിൽ അംഗത്വം നേടുന്നത്. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇന്നത്തെ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഡൗട്ടൊന്നും വേണ്ട, പാരീസിലാണ്. നമ്മുടെ PSG ക്ലബില്ലേ, അതിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസിലാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ചോദിക്കുന്ന മറ്റൊരു സ്റ്റാറ്റിക് ചോദ്യം, ദ ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ. യുനെസ്കോയുടെ ഡയറക്ടർ ജനറലാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചേച്ചി ഒരു ഫ്രഞ്ച് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ എങ്ങനെ ഓർത്താൽ മതി, പാരീസിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണല്ലോ, അതുകൊണ്ട് ഫ്രാൻസിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി അവരുടെ ഡയറക്ടർ ജനറലാണ്. അവരുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ഓഡ്രെ അസോലെ. ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള ഓഡ്രെ അസോലെയാണ് യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ. അപ്പൊ ഇതാണ് യുനെസ്കോ എന്ന് പറയുന്ന സംഘടന. ആ യുനെസ്കോ എന്ന് പറയുന്ന സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലവർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലേക്ക് വരുമ്പോഴാണ്. ലോക പൈതൃക പട്ടിക, ലോക പൈതൃക കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? ഒന്നുമില്ല, യുനെസ്കോയുടെ ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനാണ് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. അതിന്റെ ഫോർമൽ നെയിം, ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് കൺവെൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്. അതായത് ലോകത്തെമ്പാടുമുള്ള
കൾച്ചറൽ വാല്യൂസ് ഉള്ള സൈറ്റുകളെ പ്ലസ് നാച്ചുറൽ വാല്യൂ ഉള്ള സൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണോ? കാരണം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പോൾ അത് കൾച്ചറൽ വാല്യൂ ഉള്ളതാകാം, നാച്ചുറൽ വാല്യൂ ഉള്ളതാകാം, രണ്ട് വാല്യൂം കൂടെ ചേർന്ന മിക്സഡ് വാല്യൂ ഉള്ളതാകാം. കൾച്ചറൽ പ്ലസ് നാച്ചുറൽ. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കൺവെൻഷൻ ഒപ്പിടുന്നത്, അംഗങ്ങൾ ഒപ്പിടുന്നത് 1972 ഒരു നവംബർ 23 ഈ കൺവെൻഷൻ ഇന്ത്യ ഒപ്പിട്ടു. ഈ കൺവെൻഷൻ ഒപ്പിട്ട രാജ്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതിന് കൾച്ചറൽ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ വാല്യൂ ഉണ്ട്, ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന മിക്സഡ് വാല്യൂ ഉണ്ട്, അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് പറയണമെങ്കിൽ ദ കൺട്രി ഷുഡ് ബി പാർട്ട് ഓഫ് ദിസ് കൺവെൻഷൻ. എന്താ കൺവെൻഷൻ്റെ ഉദ്ദേശം? ലോകത്തെമ്പാടുമുള്ള കൾച്ചറൽ പ്ലസ് നാച്ചുറൽ വാല്യൂ ഉള്ള സൈറ്റുകളെ സംരക്ഷിക്കുക. ഏതാ വർഷം? 1972. നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥയൊക്കെ വരുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷത്തിന് ശേഷമായിരിക്കും ലോകത്തുള്ള ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ഇന്ത്യയിലുള്ള ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഏതൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്നറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണ്? ഇനി എങ്ങനെയാണ് ഒരു സൈറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആകുന്നത്? ഒരു സുപ്രഭാതത്തിൽ അതാവുകയല്ല. മനസ്സിലാക്കുക, ആദ്യം തന്നെ ഒരു ടെൻറ്റേറ്റീവ് ലിസ്റ്റ് ഉണ്ടാകും. ഈ അടുത്തൊരു പത്രവാർത്ത വന്നിരുന്നു, ഇന്ത്യയിൽ നിന്ന് 7ഓളം സൈറ്റുകൾ ലോക പൈതൃക പട്ടികയിലേക്ക്. അത് പല പത്രങ്ങളും മാധ്യമങ്ങളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ അത് അതുപോലെ റിപ്പോർട്ട് ചെയ്തത് തെറ്റാണ്. ലോക പൈതൃക പട്ടികയിലേക്ക് വന്നിട്ടില്ല, അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഭാവിയിൽ ആ ലിസ്റ്റിൽ നിന്നും ആഡ് ചെയ്യപ്പെടാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് സൈറ്റുകൾ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഈ അടുത്ത് വന്ന വാർത്ത ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരു രാജ്യം ഞങ്ങളുടെ സ്ഥലത്തുള്ള ഈ സൈറ്റുകൾ ഇന്ന് ഇന്ന മൂല്യങ്ങളുണ്ട്, ഒന്ന് കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നു. ആ നോമിനേഷൻ ഫയൽ ചെയ്യുന്നു. ആ നോമിനേഷനെ ചില അഡ്വൈസറി ബോഡീസ് പഠിക്കുന്നു. ഏതൊക്കെയാണ്? കൾച്ചറൽ സൈറ്റുകളാണെങ്കിൽ ഐക്കോമോസ്. ഇതൊന്നും അത്ര പ്രാധാന്യമുള്ള ബോഡീസ് അല്ല. പക്ഷെ IUCN നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. നമ്മുടെ റെഡ് ഡേറ്റ ബുക്കൊക്കെ പുറത്തിറക്കുന്ന വൾണറബിൾ, എൻഡേഞ്ചർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ സ്പീഷീസിനെ തരംതിരിക്കുന്ന റെഡ് ഡേറ്റ ബുക്കിലെ റെഡ് ലിസ്റ്റ് അത് പബ്ലിഷ് ചെയ്യുന്നവരാണ് IUCN. ഇവരൊക്കെ യുനെസ്കോയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. അത്ര പ്രാധാന്യമുള്ള ഓർഗനൈസേഷൻസ് അല്ല. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് IUCN ആണ്. അങ്ങനെ ഇവർ ചേർന്ന് ആ സ്ഥലത്തിനെ പഠിക്കുന്നു. പഠിച്ചിട്ട് ഏകദേശം ഓക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സൈറ്റിനെ അവർ ലിസ്റ്റിലേക്ക് എടുക്കും. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഇവരുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഓഡ്രി അസൂലയുടെ നേതൃത്വത്തിൽ വർഷാവർഷം മീറ്റ് ചെയ്യുന്നു. വർഷാവർഷം പുതിയ ലിസ്റ്റ് ലോകമെമ്പാടും വരുന്നു. അപ്പോൾ ഒരു രാജ്യം പറയുന്ന എല്ലാ ലിസ്റ്റുകളും ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തുന്നില്ല. ഇന്ത്യയിലെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിലുള്ള എല്ലാവരും ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തുന്നില്ല. അതായിരുന്നു ഞാൻ പറഞ്ഞ പത്രവാർത്തയിലുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ തിരഞ്ഞെടുക്കുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? 2024 വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അത് അവരുടെ 46ാമത്തെ സെഷനായിരുന്നു. അത് ആരാണ് ഹോസ്റ്റ് ചെയ്തത്? അത് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയെ ഹോസ്റ്റ് ചെയ്യുന്നത്. എവിടെയായിരിക്കും? ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം. അപ്പോൾ ഓരോ രാജ്യത്തും ഈ പറയുന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരുണ്ടാകും. ഇന്ത്യയിൽ ആരാ ഉള്ളത്? ഇന്ത്യയിൽ നമുക്കറിയാം 1861 സ്ഥാപിക്കപ്പെട്ട, ഇന്ന് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിൽ വരുന്ന, നോട്ട് ചെയ്യുക, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജോൺ മാർഷൽ, ദയാറാം സാഹ്നി, RD ബാനർജി പേരുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ആരാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്? അതിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ പറയുക, ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് നമ്മുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്, ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. അത് ആരാണെന്ന് അറിയാവുന്നവർ പറയുക കേട്ടോ. അപ്പൊ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റി വരുമ്പോൾ, ഈ ഒരു കമ്മിറ്റി ഇനാഗുറേറ്റ് ചെയ്ത് പ്രധാനമന്ത്രിയാണ്. പക്ഷെ അതിൽ ആക്റ്റീവായിട്ട് സംസാരിച്ചാരാണ്? ASI വരുന്ന മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ പ്രസന്റ് യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ? അദ്ദേഹത്തിന്റെ പേരാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ കൾച്ചർ മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അങ്ങനെ 1972 കൺവെൻഷൻ വരുന്നു, രാജ്യങ്ങളെല്ലാം ഒപ്പിടുന്നു. പിന്നീട് ലോകത്തെ ആദ്യത്തെ സെറ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ വരികയാണ്. ശ്രദ്ധിക്കുക, വർഷം 1978.
ലോകത്തിലെ ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ വരികയാണ്. ഒരെണ്ണമല്ല വന്നത്, 12 എണ്ണം വന്നിട്ടുണ്ട്. ഈ 12 എണ്ണം ഓർത്തിരിക്കണ്ട, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില സൈറ്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന്, ഗാലപ്പാഗോസ് ഐലൻഡ്, ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ ഇക്വഡോറിന് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഐലൻഡ്, ചെറിയൊരു ദ്വീപ് പ്രദേശമാണ് ഗാലപ്പാഗോസ്. നമ്മുടെ ചാൾസ് ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ട് പരിണാമ സിദ്ധാന്തമൊക്കെ മൂപ്പര് പഠിച്ച ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗാലപ്പാഗോസ് ഐലൻഡ്. രണ്ടാമത്തേതാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്, യു എസിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക്, യു എസിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് എന്ന് ക്ലെയിം ചെയ്യുന്ന, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, അതാണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കണ്ടാൽ മതി. ഇതേപോലെ ഇക്വഡോറിന്റെ ക്യാപിറ്റലാണ് ക്വിറ്റോ, ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ക്വിറ്റോ. ആ ക്വിറ്റോയിലെ ഒരു ഹിസ്റ്റോറിക് മോണുമെന്റ്, അങ്ങനെ ഉൾപ്പെടുന്ന 12 സൈറ്റുകളാണ് 1978 ആദ്യമായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്ന ടാഗിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗാലപ്പാഗോസ് ഈ ഭാഗത്താണ്, നമ്മൾ പറഞ്ഞ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഈ ഭാഗത്താണ്. അങ്ങനെ 12 സൈറ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. അത്ര പ്രാധാന്യമില്ല കേട്ടോ, നമ്മുടെ പരീക്ഷ പെർസ്പെക്റ്റീവിൽ അത്ര പ്രാധാന്യമില്ല. ചോദിക്കാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട സൈറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫർദർ ഫാക്റ്റിലേക്ക് വരാം. നിലവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ 2025 1200-ലധികം, 1220 അങ്ങനെ എന്തോ ഒരു നമ്പറാണ്, 1200 പ്ലസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് 168 രാജ്യങ്ങളിലായിട്ടുണ്ട്. അതായത് ലോകത്തിലെ പല പല ഭൂഖണ്ഡങ്ങളിലായിട്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. 1200 പ്ലസ്. ഇതിൽ 61 എണ്ണം ഉള്ളത് യൂറോപ്പിലെ ഇറ്റലിയിലാണ്. നമ്മളോട് ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ചോദ്യമാണ്. ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യം ഇന്ത്യയല്ല, പോപ്പുലേഷൻ കൊണ്ട് വലുതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യം റഷ്യ, സൈസ് കൊണ്ട് വലുതാണ്. അല്ലെങ്കിൽ ചൈന, പോപ്പുലേഷൻ കൊണ്ട് രണ്ടാമതാണ്. ഇവരൊന്നും അല്ല കേട്ടോ, യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ് ഇറ്റലി. ക്ലിയർ ആണോ? റോമൻ സാമ്രാജ്യമൊക്കെ ഉണ്ടായിരുന്ന റോമൊക്കെയുള്ള നഗരം, ഒരുപാട് സൈറ്റുകൾ ഉണ്ടാകും. 61 എണ്ണം ഉണ്ട് ഇറ്റലിയിൽ. രണ്ടാമത് വരുന്നത് ചൈനയാണ്, 60 എണ്ണം. ചൈനയുടെ വലിപ്പവും പോപ്പുലേഷനും കൾച്ചറും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. മൂന്നാമത്തേത് ജർമ്മനിയാണ്. നാലാമത്തേത് ഫ്രാൻസ് ആണ്. ഇതിൽ ആദ്യത്തെ 2 എണ്ണമെങ്കിലും നിങ്ങൾ ഓർക്കുക. ഇറ്റലിയാണ് ഏറ്റവും ടോപ്പിൽ 61, രണ്ടാമത് ചൈനയാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ ചൈന ചിലപ്പോൾ ഇറ്റലിനെ ഓവർടേക്ക് ചെയ്തേക്കാം. അപ്പോൾ ഏഷ്യ പസഫിക് ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് ചൈനയാണ്, യൂറോപ്പിൽ ഏറ്റവും കൂടുതലുള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇറ്റലിയാണ്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിൽ നിലവിൽ എത്ര സൈറ്റ് ഉണ്ട്? നമ്മുടെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്, മറാത്ത കോട്ടകളിലൂടെ വന്നപ്പോൾ ഇന്ത്യയിൽ 44 സൈറ്റുകളാണുള്ളത്. കേട്ടോ? അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇറ്റലി, ചൈന അങ്ങനെ വരുന്നില്ലേ? ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ്. ഏഷ്യ പസഫിക് ഭാഗത്ത് 1ാമത് ചൈനയാണെന്നറിയാം, ഇന്ത്യയുടെ സ്ഥാനം 2ാമതാണ്. അപ്പൊ ഏഷ്യ പസഫിക്കിൽ 2ാമതും ലോകത്ത് 6ാമതും വരുന്ന 44 സൈറ്റുകളുള്ള നമ്മുടെ രാജ്യം. ഈ 44 സൈറ്റുകളിൽ നോട്ട് ചെയ്യുക, ഈ 44 സൈറ്റുകളിൽ 36 എണ്ണം കൾച്ചറൽ വാല്യൂസ് ഉള്ള സൈറ്റുകളാണ്. ഈ കൾച്ചറൽ വാല്യൂസ് ഉള്ള സൈറ്റുകളിൽ നിന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. താജ്മഹൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇല്ലെങ്കിൽ റെഡ് ഫോർട്ട്. ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഹിസ്റ്റോറിക്കൽ മൂല്യമുള്ള, കൾച്ചറൽ വാല്യൂസ് ഉള്ള, ടാൻജിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അടുത്തത് 7 ആർ നാച്ചുറൽ. പ്രകൃതി, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഒരു ഉദാഹരണമാണ്. ഏതെങ്കിലും നാച്ചുറൽ സൈറ്റിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പലർക്കും കൾച്ചറൽ സൈറ്റ്സേ അറിയൂ, നാച്ചുറൽ സൈറ്റ്സ് അറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഏതെങ്കിലും നാഷണൽ പാർക്ക് ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് പറയുക. അപ്പോൾ 36ഉം 7ഉം 43, ഒരെണ്ണം കൂടിയല്ലേ? ആ മാറി നിൽക്കുന്ന ഒറ്റയാനാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. നമുക്കറിയാം, നമ്മുടെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജോങ്ക അല്ലെങ്കിൽ കാഞ്ചൻജംഗ എന്നൊക്കെ നമ്മൾ പറയും. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് അതൊരു മിക്സഡ് സൈറ്റ് ആണ്. ആ നാഷണൽ പാർക്കിന് പ്രകൃതി ഭംഗി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടല്ലോ. സിക്കിം എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം, പ്രകൃതി ഭംഗി, നാച്ചുറൽ വാല്യൂവിന് യാതൊരു കുറവുണ്ടാവില്ല. അവിടെ ഒരുപാട് മൊണാസ്റ്ററീസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസ്. അതാണ് അതിൻ്റെ കൾച്ചറൽ പ്രാധാന്യം. സോ കൾച്ചറൽ പ്ലസ് നാച്ചുറൽ വാല്യൂ വരുന്നതുകൊണ്ട് ഇതൊരു മിക്സഡ് സൈറ്റ് ആണ്. ദ ഓൺലി മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏക മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സിക്കിമിലുള്ള കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ?
ക്ലിയർ ആവുന്നുണ്ടോ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഞാൻ ഈ മാപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് അവൈലബിൾ ആയിട്ടൊരു മാപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഭാവിയിലേക്ക് പുതിയ പുതിയ സൈറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്കത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു നാച്ചുറൽ സൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിൽ നിന്ന് ഒരു സൈറ്റ് പോലും വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് വന്നിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെ തുടങ്ങി ഗുജറാത്ത് വരെ പോകുന്ന വെസ്റ്റേൺ ഗാർഡ്സ് ഒരു നാച്ചുറൽ സൈറ്റാണ്. അങ്ങനെ കേരളത്തിൽ നിന്നൊരു നാച്ചുറൽ സൈറ്റ് ഉണ്ടെന്നല്ലാതെ ഈ പറയുന്ന താജ്മഹൽ പോലെ, ആഗ്ര ഫോർട്ട് പോലെ, ഫത്തേപൂർ സിക്രി പോലെ നമുക്ക് ഇല്ല. തമിഴ്നാട്ടിലുണ്ട് ചോളന്മാരുടെ ക്ഷേത്രം, മഹാബലിപുരത്തെ പല്ലവന്മാരുടെ ക്ഷേത്രം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ മിക്കവാറും ഉണ്ട്. നമ്മുടെ കർണാടകയിലെ പട്ടടക്കൽ, ഹംപി, പിന്നെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഹൊയ്സാല ക്ഷേത്രങ്ങൾ. തെലങ്കാന എവിടെ പോയി? തെലങ്കാനയിലുണ്ട്, ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ രാമപ്പ രുദ്രേശ്വര ടെമ്പിൾ. അപ്പോൾ ഈ ചിത്രം ഫൈനലല്ല, ഇതൊരു അപ്ഡേറ്റഡ് ചിത്രമല്ല. ഇതിലെനിക്ക് തോന്നുന്നൊരു 10-40ഓളം സൈറ്റുകൾ പറഞ്ഞിട്ടുണ്ടാകും. ബാക്കിയുള്ളത് അതിൻ്റെ ചരിത്രമെല്ലാം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിലില്ലാത്തത് നിങ്ങൾ എഴുതുക, ഉള്ളത് നിങ്ങളൊന്ന് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാപ്പ് റീഡിങ് എന്ന് പറയുന്ന പരിപാടിയും ഇതിൻ്റെ കൂടെ നടക്കും കേട്ടോ. ഇനി ഇന്ത്യക്കകത്തുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലേക്ക് വരാം. 1978 ലോകത്തെ ആദ്യത്തെ സൈറ്റുകൾ വരുന്നത്. 12 വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഗാലപ്പാഗോസ് ഉൾപ്പെടുന്ന, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഉൾപ്പെടുന്ന. ഇന്ത്യയിൽ ആദ്യം വരുന്നത് 1983 അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. മൂപ്പത്തി കൊല്ലപ്പെടുന്നതിന് ഒരു വർഷം മുന്നെയാണ്. 1983 ഇന്ത്യയിലെ 4 സൈറ്റുകൾ ഈ ലിസ്റ്റിലേക്ക് വന്നു. ഏതൊക്കെയാണ്? അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, 2 മഹാരാഷ്ട്രയിലാണ് നമുക്കറിയാം, ആഗ്ര ഫോർട്ട്, താജ്മഹൽ. അതായത് അജന്ത, എല്ലോറ എന്ന് പറയുന്ന BC കാലഘട്ടം മുതൽ AD കാലഘട്ടത്തിൽ വരെ പല രാജവംശങ്ങൾ പണി കഴിപ്പിച്ചത്. പ്ലസ് ആഗ്ര ഫോർട്ടും താജ്മഹലും 2 മുഗളന്മാരുടെ കാലഘട്ടത്തിലുള്ള. ഈ സാധനങ്ങൾ ഇന്ത്യയിലെ കൾച്ചറൽ സൈറ്റ്സ് ആണ്. ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്യപ്പെട്ടത് ഈ വർഷം 2025 ഏതാണ്? മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമായി കിടക്കുന്ന മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്. അതിനെപ്പറ്റി നമ്മുടെ ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ, ഒരു ഷോർട്സ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയാണ് തമിഴ്നാട്ടിലും വന്നത് എന്നുള്ളത് ഞാൻ ആ ഒരു സൈറ്റിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്ലാസ്സിൽ ഓൾറെഡി പറയുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് കുറച്ചു കാലം മറാത്താസ് വന്ന കാര്യം. നമുക്കത് ഈ ഒരു അവസാനത്തെ നമ്മുടെ പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമായി കിടക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? അതാണ് 44ാമത്തേത്. അടുത്തത് ശ്രദ്ധിക്കുക. വൺ സൈറ്റ് ഈസ് ട്രാൻസ്നാഷണൽ. ഇന്ത്യക്ക് അകത്ത് മാത്രം നിൽക്കുന്നതല്ല. ഇപ്പോൾ ട്രാൻസ് നാഷണൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനകത്ത് മാത്രം നിൽക്കുന്നതല്ല. ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിലും കിടക്കുന്ന സൈറ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇപ്പോൾ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് നമ്മൾ പറഞ്ഞു. അതുപോലെ വെസ്റ്റേൺ ഗാർഡ്സ് നമ്മൾ പറഞ്ഞു. ഇതൊന്നും ഒരു സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. മൂപ്പരൊരു സ്വിസ് ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആണ്. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആളുടെ പേരാണ് ലേ കൊർബൂസിയർ. ഇന്ത്യക്ക് അകത്ത് മൂപ്പര് പണി കഴിപ്പിച്ചിട്ടുള്ള മോണുമെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചണ്ഡീഗറിലെ, പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റൽ ചണ്ഡീഗർ എന്ന് പറയുന്ന സിറ്റിയുടെ ആർക്കിടെക്ട് ഇദ്ദേഹമാണ്. ലേ കൊർബൂസിയറിന്റെ ഇന്ത്യക്കകത്തുള്ള ഏതെങ്കിലും ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക. ബിൽഡിങ്ങുകളുണ്ട്, വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം ഏതാണെന്നുള്ളത് പറയുക. അപ്പോൾ ലേ കൊർബൂസിയറിന്റെ ആർക്കിടെക്ചറൽ വർക്ക്സ് മൂപ്പര് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ, ജപ്പാനിൽ, ലാറ്റിൻ അമേരിക്കയിൽ, യൂറോപ്പിലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് മൂപ്പര് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 7 രാജ്യങ്ങൾ, ഇന്ത്യയെ കൂടാതെ 6 രാജ്യങ്ങൾ, 7 രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന മൂപ്പരുടെ ആർക്കിടെക്ചറൽ വർക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. സോ ദ ഓൺലി ട്രാൻസ്നാഷണൽ സൈറ്റ് ഇൻ ഇന്ത്യ, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, അത് ലേ കൊർബൂസിയറിന്റെ ആർക്കിടെക്ചറൽ വർക്കാണ്. അടുത്തത് പല പത്രങ്ങളിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക്, ലോക പൈതൃക പട്ടികയിലേക്ക് പുതിയ എണ്ണം. അത് തെറ്റാണ്. അതിൻ്റെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിലേക്കാണ് ഈ അടുത്ത് ആഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ അഡീഷൻ വന്നപ്പോൾ ഇന്ത്യയിൽ 62 സൈറ്റ് ഉണ്ടായിരുന്നു. 7 സൈറ്റും കൂടെ വന്നപ്പോൾ 69 സൈറ്റ്സായി. 49 കൾച്ചറൽ സൈറ്റ്സ്, 17 നാച്ചുറൽ സൈറ്റ്സ്, 3 മിക്സഡ് സൈറ്റ്. ഈ ടെൻറ്റേറ്റീവ് ലിസ്റ്റ് നിങ്ങളിപ്പോൾ നോക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ടെൻറ്റേറ്റീവ് ലിസ്റ്റ് നാളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അല്ലാതെ ഈ 69 നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് ഇന്ത്യയിലെ 44 സൈറ്റുകളിലായിരിക്കണം കേട്ടോ. ഓക്കെ ആണേ? യെസ്, ഈ ഒരു പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക.
സെപ്റ്റംബർ 2025. അപ്പോൾ ഒരുപാട് ചൂട് ആറിയിട്ടില്ല. ഇന്ത്യയിലെ 7 നാച്ചുറൽ സൈറ്റുകൾ അത് യുനെസ്കോയുടെ ടെൻഡേറ്റീവ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ മീറ്റിംഗ് നടന്നു. അപ്പോൾ ഇന്ത്യ കൊണ്ടുവന്ന പ്രപ്പോസലിലെ മറ്റു ഭാഗമായിട്ടായിരിക്കാം. ഏതൊക്കെയാണ് ആ 7 സൈറ്റുകൾ? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലുള്ള ഡെക്കാൻ ട്രാപ്സ് ഒരു നാച്ചുറൽ സൈറ്റാണ്. ഓക്കെ. 2, കർണാടകയിലെ ഒരു ജിയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റാണ് സെന്റ് മേരീസ് ഐലൻഡ്. 3, മേഘാലയയിലെ ഒരു ഗുഹയാണ്. മേഘാലയ ഗുഹകൾക്ക് ഭയങ്കര ഫേമസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റൊന്ന് നാഗാലാൻഡാണ്. നാഗാലാൻഡിലെ ഒരു ഹില്ലാണ്. ആ ഹില്ല് അതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരു റോക്കിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് നാഗാലാൻഡിൽ സൈറ്റ് വരാനുള്ള കാരണം. നാച്ചുറൽ സൈറ്റാണ്. അടുത്തത് എറമട്ടി ദിബ്ബലു തെലുഗു ആണ്. അപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാക്കുന്നില്ല. എറമട്ടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ചുവന്ന മണ്ണാണ്. ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ സൈറ്റുകളിൽ ഒന്നും ചിത്രം ഞാനെല്ലാം ആഡ് ചെയ്തിട്ടില്ല, ടെമ്പററി ആയതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ഷെയർ ചെയ്ത് തരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റുകളാണ്. 6ാമത്തേത് ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള നമ്മുടെ തിരുമല ഹിൽസാണ്. തിരുമല ദേവസ്ഥാനം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 7ാമത്തേത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നുള്ള വർക്കല ശിവഗിരി, വർക്കല ക്ലിഫ്. പോയിട്ടുണ്ടാകാം, പോയിട്ടില്ലെങ്കിൽ പോകണം. ഇനി മുതൽ ഓൾറെഡി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, വീണ്ടും കൂടും. കാരണം ടെൻഡേറ്റീവ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടല്ലോ. ഈ 7 നാച്ചുറൽ സൈറ്റ്സ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഇപ്പോൾ 69 ടെൻഡേറ്റീവ് ലിസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ളത്, 69 സൈറ്റുകൾ വന്നിട്ടുള്ളത്. വീണ്ടും മനസ്സിലാക്കുക, ഇതിപ്പോൾ ഫൈനൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല കേട്ടോ. നമുക്കപ്പോൾ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളെ പറ്റി കണ്ടു തുടങ്ങുന്നതിന് മുൻപ് SSCയുടെ റെഗുലർ ബാച്ച് പുതിയത് തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ 25 സെപ്റ്റംബറിന് തുടങ്ങുമെന്ന് പറഞ്ഞു. 25 സെപ്റ്റംബറിനല്ല, നമ്മുടെ ബാച്ച് 29 സെപ്റ്റംബറിനാണ് ആരംഭിക്കുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞാണ്. 1 വർഷം വാലിഡിറ്റി ഉള്ള ഈ ക്ലാസ്സുകളിൽ ഏകദേശം 500 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതിന്റെ റെക്കോർഡഡ് വെർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മിസ്സായാലും വീണ്ടും കാണാം. ഒരു ദിവസം 2 മണിക്കൂറായിരിക്കും ക്ലാസ് വരുന്നത്. ആഴ്ചയിൽ 6 ദിവസമായിരിക്കും ക്ലാസ് വരുന്നത്. 7ാമത്തെ ദിവസം നിങ്ങൾക്ക് റിവിഷൻ നടത്താം. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടുവേർഡ്സ് എൻ്റെ റിവിഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പതുക്കെ ക്ലാസ്സിൻ്റെ അവർ കൂട്ടി വരാം. ഓക്കെ. ഇത് SSCയുടെ റെഗുലർ ബാച്ചാണ്. RRBയുടെ റെഗുലർ ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് SSC ആണോ RRB ആണോ എന്തിനാണ് ജോയിൻ ചെയ്യേണ്ടത് അത് ഞാൻ പറയാൻ കാരണം, NTPCയുടെ അടുത്ത എസ്റ്റോ വേക്കൻസി വന്നു. 2025 പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് ക്ലിയർ ആണ്. ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് രണ്ടിൻ്റെ വേക്കൻസി വന്നു. അപ്പോൾ ജെറുമാഷ് അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് SSC ആണ് RRB ആണ് ചൂസ് ചെയ്ത് അതിലെ ഏത് ബാച്ചാണോ വേണ്ടത് നിങ്ങൾക്ക് സ്പോട്ടിനകത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാം, നമുക്ക് ക്ലാസ്സിൽ കാണാം. ഈ ഒരു ബാച്ചിന് ഫീസ് വരുന്നത് 5999 രൂപയാണ് കേട്ടോ. യെസ്. ഇനി സൈലം SSC RRBയുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ അവൈലബിൾ ആണ്. അപ്പോൾ SSC RRBകളെ പറ്റി, പരീക്ഷകളെ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ ഏറ്റവും പെട്ടെന്ന് കിട്ടാനായിട്ട്, പ്ലസ് നമ്മൾ ഈ ചെയ്യുന്ന കണ്ടന്റ് വീഡിയോസും മറ്റും ഏറ്റവും പെട്ടെന്ന് കിട്ടാനായിട്ട് ഡെയിലി പോളിലും മറ്റുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ചാനലാണ്, ജോയിൻ ചെയ്യാം. ഇനി GKയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം GK സിംപ്ലിഫൈഡ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ GK സിംപ്ലിഫൈഡ് ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ റെഗുലർ കാര്യങ്ങൾ കോഡുകൾ പോകുന്നുണ്ട്. NCERT ടാർഗറ്റ്, ഡെയിലി NCERT ടാർഗറ്റ് പോകുന്നുണ്ട്. GK എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പ്രൊഡക്റ്റീവായിട്ട് അക്കാഡമിക് ഡിസ്കഷന് വേണ്ടി നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സൈറ്റിലേക്ക് പോകാം. അതാണ് അജന്ത കേവ്സ്. അജന്തയിലെ ഗുഹകൾ. എവിടെയാണ് അജന്ത? നമുക്കറിയാം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ കേരളം മുതൽ ഗുജറാത്ത് വരെ പോകുന്ന വെസ്റ്റേൺ ഗാട്സ് കടന്നു പോകുന്ന സ്ഥലമാണ്. മഹാരാഷ്ട്രയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമുക്കറിയാം നാഷിക് ഇൻസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഗുഹയുള്ളപ്പോൾ പാറയുള്ളപ്പോൾ ഗുഹയുണ്ടാകും, ഗുഹകളുടെ ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് ശ്രദ്ധിക്കുക, അജന്ത കേവ്സ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന ജില്ലയിലാണ്. ഔറംഗാബാദ് ജില്ലയുടെ ഇപ്പോഴത്തെ പേര് ഔറംഗാബാദ് എന്നാണോ? ഔറംഗാബാദ് ജില്ല അല്ലെങ്കിൽ ഔറംഗാബാദ് ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? എന്താണ് അതിന്റെ ഇപ്പോഴത്തെ പേര്? ഒന്ന് പറയണേ, എന്താണ് അതിന്റെ ഇപ്പോഴത്തെ പേര്? നിങ്ങൾ ചാവ സിനിമ കണ്ടിട്ടുണ്ടാകും. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ഏട് എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മറാത്ത വേഴ്സസ് മുഗൾസ്. അതുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊരു ചെറിയ ഗുഹയല്ല. വെസ്റ്റേൺ ഗാട്സിലെ പാറക്കെട്ടുകളിൽ അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഗുഹകളാണ്.
ഇതിനകത്ത് ഒരുപാട് കൊത്തുപണികളുണ്ട്. അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ഇത്. കേട്ടോ, കാണുന്നുണ്ടോ? എത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചിത്രങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. കണ്ടന്റ് മറന്നു പോയാലും ചിത്രങ്ങൾ മറക്കരുത്. നടുക്കിരിക്കുന്ന ഈ ചേട്ടൻ, ധ്യാനത്തിലിരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അജന്ത കേവ്സ് ഏത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയ അജന്ത കേവ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നോട്ട് ചെയ്തോളുക. എന്തൊക്കെയാ അറിയേണ്ടത്? ഇത് ഗുഹാക്ഷേത്രങ്ങളാണ്. നമുക്കറിയാം ഗുപ്ത കാലഘട്ടം, AD കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സ്ട്രക്ചറൽ ടെമ്പിൾസ് വരുന്നത്. പിന്നീടാണ് ടെമ്പിൾ ആർക്കിടെക്ചർ ഡെവലപ്പ് ആവുന്നത്. ദ്രാവിഡ, നഗര രണ്ടും കൂടെ ചേർന്ന വെസര സ്റ്റൈലൊക്കെ വരുന്നത്. അതിനു മുന്നേ ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. സോ ദീസ് ആർ റോക്ക് കട്ട് കേവ്സ്. എവിടെയാണ്? നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രിയിലാണ്. ഏത് നദിയുടെ തീരത്താണ്? ഇപ്പോൾ മഹാരാഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ നർമ്മദ, തപി പോലുള്ള ഫേമസ് നദികൾ നമുക്കറിയാം. പക്ഷെ അത്ര ഫേമസ് അല്ലാത്ത ഒരു നദിയാണ് ക്ലിഫിലൂടെ ഒഴുകുന്ന ഒരു യു ഷേപ്പ്, റഫ്ലി ആ ഒരു യു ഷേപ്പുള്ള നദിയാണ്. അതിന്റെ പേര് നോട്ട് ചെയ്തോളുക. വഗോര നദി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വഗൂർ അല്ലെങ്കിൽ വഗോര നദി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പേര് മാറ്റി വഗോര നദിയുടെ തീരത്താണ് നമുക്ക് അജന്ത കേവ്സ് ഉള്ളത്. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചോളുക. അജന്ത കേവ്സ് എന്ന് പറയുമ്പോൾ കേവ്സ് ആണ്, കേവ് അല്ല, ഒരൊറ്റ ഗുഹയല്ല. എത്ര ഗുഹകളുണ്ട്? നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ ചില സോഴ്സിൽ ഞാൻ 29 ഗുഹകളും ചില സോഴ്സിൽ 30 കാണുന്നുണ്ട്. അതിന് ഏകദേശം ഈക്വൽ പ്രാധാന്യം കാണുന്നുകൊണ്ട്, അപ്പോൾ 10 സോഴ്സ് കണ്ട 5 29 5 30 ആണ്. അതുകൊണ്ട് ഞാൻ 29 അല്ലെങ്കിൽ 30 എന്ന് തന്നെ എടുത്തിട്ടുണ്ട്. 29 അല്ലെങ്കിൽ 30, കൂടുതലും 30 ആണ് കാണുന്നത്. എന്നാൽ 29 അല്ലെങ്കിൽ 30 നോക്കുക. ഈ 29 അല്ലെങ്കിൽ 30 ഗുഹകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാനിവിടെ ചിത്രങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആയിരിക്കുന്ന ചങ്ങാതി ആരാണ്? ബുദ്ധനാണ്. ക്ലിയർ ആണല്ലോ? ബുദ്ധിസ്റ്റ് ഗുഹകളാണ്. ഓൾ 30 കേവ്സ് ആർ ബുദ്ധിസ്റ്റ് ഗുഹകൾ. കേട്ടോ, ബുദ്ധിസ്റ്റ് ഗുഹകൾ എന്ന് പറയുമ്പോൾ ബുദ്ധമതം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബുദ്ധമതത്തിലെ ചൈത്യ, ബുദ്ധമതത്തിലെ വിഹാര നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചൈത്യ എന്ന് പറയുമ്പോൾ ചൈതന്യം എന്ന് ഓർത്താൽ മതി. ദൈവമുള്ള സ്ഥലത്താണല്ലോ ചൈതന്യം. അപ്പോൾ ബുദ്ധമതത്തിലെ പ്രെയർ ഹോൾസ് ആണ്. ഇതാണൊരു ബുദ്ധിസ്റ്റ് ചൈത്യ. ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നടുക്ക് ബുദ്ധന്റെ പ്രതിമയുണ്ട്. ബുദ്ധ പ്രതിമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇത് മഹായാന ബുദ്ധിസമാണ്. ബുദ്ധിസ്റ്റ് സ്കൂളുകളിൽ ഹിനയാന അല്ലെങ്കിൽ തേരവാദ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സ്കൂളുണ്ട്, മഹായാന ബുദ്ധിസം ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ബുദ്ധ പ്രതിമ ഉള്ളതാണ്. നമുക്കറിയാം വിഗ്രഹാരാധന, ഐഡലട്രി എതിർത്ത വ്യക്തിയാണ് ബുദ്ധൻ. ആ ബുദ്ധന്റെ പ്രതിമ തന്നെ പണിത കൂട്ടുകാരാണ് മഹായാനക്കാരാണ്. അപ്പൊ ഇത് മഹായാന സ്കൂളിന്റെ കാര്യമായിട്ടുള്ള എവിഡൻസ് ആണ്. ചൈത്യ എന്ന് പറയുന്നത് എന്താ? അവരുടെ പ്രെയർ ഹോൾസ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ടോ? വാട്ട് ആർ ചൈത്യാസ്? ബുദ്ധിസ്റ്റ് പ്രെയർ ഹോൾസ്. അടുത്തതാണ് വിഹാരാസ്. വിഹരിക്കുന്ന സ്ഥലം എന്ന് ഓർത്താൽ മതി. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ വിഹരിക്കുന്നത്. ഈ ബുദ്ധ സന്യാസിനിമാരില്ലേ, ബുദ്ധ ഭിക്ഷുക്കൾ അല്ലെങ്കിൽ ഭിക്കുനികളില്ലേ, അവരുടെ താമസിക്കുന്ന സ്ഥലം. ഓക്കെ, റെസിഡൻഷ്യൽ കേവ്സ്. ഇതാണ് വിഹാരാസ്. ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് അജന്തയിൽ കാണാൻ സാധിക്കുന്ന വിഹാര. അപ്പൊ ബുദ്ധ ഭിക്ഷുക്കളും ഭിക്ഷുകികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സംശയമാണ്, ബുദ്ധമതത്തിലെ സന്യാസിമാർ ഒരുപാട് പേർക്ക് നമുക്കറിയാം. ബുദ്ധമതത്തിലെ ആദ്യത്തെ ഭിക്കുനി, പാലി ഭാഷയിൽ ഭിക്കുനി എന്നാണ് പറയുന്നത്, സന്യാസിനി അല്ലെങ്കിൽ ബുദ്ധമതത്തിലെ ആദ്യത്തെ നൺ ആരാണെന്ന് പറയുക? ആദ്യത്തെ ഭിക്കുനി, ബുദ്ധനുമായിട്ട് ബന്ധമുള്ള ഒരു ചേച്ചിയാണ്. ആരാണെന്ന് പറയുക? ബുദ്ധമതത്തിലെ ആദ്യത്തെ ഭിക്കുനി. കേട്ടോ? യെസ്. ഈ ഗുഹകള് പണിത കാലഘട്ടം നോക്കുക. ഏകദേശം 200 BC തുടങ്ങി 650 AD വരെ. അപ്പോൾ 800 900 വർഷങ്ങളുടെ ഒരു സ്പാനിലാണ് ഈ പറഞ്ഞ 30ഓളം ഗുഹകൾ പണിയെടുപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പല പല രാജവംശങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയ പ്രധാനപ്പെട്ട രാജവംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വകടക രാജവംശമാണ്. വകടക രാജവംശത്തിനെ പറ്റി നമ്മൾ ബ്രീഫ്ലി പഠിക്കും. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ഒരു രാജാവ് തൻ്റെ മകളെ വകടക സാമ്രാജ്യത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചയക്കുന്ന കഥയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഭാഗം ഭരിച്ചുകൊണ്ടിരുന്നവരാണ് വകടകന്മാർ, വകടകാസ്. ഗുപ്തരാജാവിന് ഓർമ്മയുണ്ടോ? മുപ്പരുടെ മകളുടെ പേര് ഓർമ്മയുണ്ടോ? വകടകയിൽ ഒരു രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. പതുക്കെ ഈ സാമ്രാജ്യം ഗുപ്തന്മാരുടെ കയ്യിലേക്ക് വരുന്നു. അവരുടെ മാപ്പിൽ നിങ്ങൾ നോക്കി, അജന്ത. ക്ലിയർ ആണോ? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ വാഷിം എന്ന് പറയുന്ന സ്ഥലമാണ്. വത്സഗുൽമ വാഷിമിന്റെ പഴയ പേരാണ്. കേട്ടോ? അപ്പൊ മഹാരാഷ്ട്ര, ആന്ധ്ര ഭാഗം, ഒരു ഡെക്കാൻ ഭാഗത്ത്, മഹാരാഷ്ട്രയിലാണല്ലോ നമുക്ക് അജന്ത ഗുഹകളുള്ളത്. ഈ പറയുന്ന വകടകാസ് ആണ്
ഈ ബുദ്ധിസ്റ്റ് കേവ്സിൽ ഏറ്റവും കൂടുതൽ ഗുഹകൾക്ക് സപ്പോർട്ട് കൊടുത്ത് ഫണ്ട് കൊടുത്തത്? ക്ലിയർ ആണോ? യെസ്. അപ്പൊ BC കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബുദ്ധിസ്റ്റ് കൗൺസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 483 BC, 383 BC, 250 BC, പിന്നെ എന്താണ് 72 AD നമ്മൾ പഠിച്ചിട്ടുണ്ട്. 72 AD കനിഷ്കൻ നടത്തുന്നത്. കനിഷ്കൻ മഹായാന ബുദ്ധിസ്റ്റിന്റെ ആളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മനസ്സിലാക്കുക, ഈ BC കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതില് ഹിനയാന അല്ലെങ്കിൽ തേരാവാദ ഓർത്തഡോക്സ് സ്കൂളിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്, പിൽക്കാലത്ത് വന്ന മഹായാന സ്കൂളിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പൊ ബുദ്ധന്റെ പ്രതിമ കണ്ടതുകൊണ്ട് മഹായാന മാത്രം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പോൾ പണ്ട് കാലത്തെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹീനയാന അല്ലെങ്കിൽ തേരാവാദ സ്കൂളിന്റെയും മഹായാന സ്കൂളിന്റെയും ഇൻഫ്ലുവൻസ് അജന്തയിൽ കാണാൻ പറ്റും. അജന്തയിലെ 30 ഗുഹകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ അല്ലെങ്കിൽ ബുദ്ധമതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അജന്ത ഗുഹകളെ പറ്റി വളരെ പണ്ട് മുതലേയുള്ള ആളുകളുടെ വർക്കുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫാഹിയാൻ, ഒരു ചൈനീസ് ബുദ്ധ സന്യാസിയാണ്. ഈ ഫാഹിയാൻ എന്ന് പറയുന്ന വ്യക്തി ഗുപ്ത രാജാവായിരുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ, നമ്മുടെ വിക്രമാദിത്യൻ മൂപ്പരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഫാഹിയാന്റെ വർക്കിൽ അജന്തയെ പറ്റി പറയുന്നുണ്ട്. മറ്റൊരു ചങ്ങാതി ഹുവാൻസാങ്, നമുക്കറിയാം നളന്തയിൽ വന്നു, നളന്തയിൽ സ്റ്റുഡന്റ് ആയിരുന്നു, പിന്നീട് ടീച്ചറായി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. ഈ ഹുവാൻസാങ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നോർത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന വർദ്ധന രാജവംശത്തിലെ ഹർഷവർദ്ധനൻ, യെസ് പുഷ്യഭൂതി ഹർഷവർദ്ധനൻ, പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ ഹർഷവർദ്ധനൻ. അപ്പോൾ ഈ ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തിൽ വന്ന ഹുവാൻസാങ്ങിന്റെ അക്കൗണ്ട്സിൽ, ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തിൽ വന്ന ഫാഹിയാന്റെ അക്കൗണ്ടിലൊക്കെ അജന്ത കേവ്സിനെ പറ്റി പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിനകത്തുള്ള കൊത്തുപണികൾ, ഇതിനകത്തുള്ള പെയിന്റിങ്സ്, എന്തായിരിക്കും ഇതിന് തീം? ബുദ്ധമതല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ബുദ്ധന്റെ കഥകളായിരിക്കും. ബുദ്ധന്റെ ജീവിതകഥ, ഇപ്പോഴത്തെ ജീവിതകഥ അല്ലെങ്കിൽ മുൻകാല ജീവിതം. ബുദ്ധന്റെ പ്രീവിയസ് ബേർഡ്സിനെ പറ്റി പറയുന്ന കഥകളെ നമുക്കറിയാം ജാതക സ്റ്റോറീസ്, അല്ലെ? ജാതക കഥകൾ എന്നാണ് പറയുന്നത്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിപീഡകങ്ങൾ. അറിയാലോ, സൂത്രപീഠകം അല്ലെങ്കിൽ സുത്തപീഠകം, പാലി ഭാഷയിൽ വിനയപീഠകം, അഭിധമ്മ പീഠകം. അതില് സൂത്രപീഠകം അല്ലെങ്കിൽ സുത്തപീഠകത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് ജാതക കഥകൾ. നമ്മുടെ മധ്യപ്രദേശിലുള്ള സാഞ്ചി സ്തൂപത്തിന്റെ റെയിലിങ്സിൽ നമ്മൾ വേസാന്തര ജാതക എന്നുള്ള കഥകളൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ മനസ്സിലാക്കുക, ജാതക കഥകൾ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കഥകളാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? അജന്ത കേവ്സിൽ കാണാൻ സാധിക്കുന്നത്. ഇതേ 1983 ഇതേ മഹാരാഷ്ട്രയിലെ പഴയ ഔറംഗാബാദ്, പുതിയ പേര് നിങ്ങൾ പറയല്ലോ, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരത്ത് കാണുന്ന മറ്റുള്ള ഗുഹകളാണ് എല്ലോറ കേവ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോൾ അജന്ത എല്ലോറ, അജന്ത എല്ലോറ എന്ന് പറയുന്നത്. ഇതില് ഒരു കേവ്സ് മാത്രമേ ഒരു കറൻസിയുടെ പുറകിലുള്ളൂ. അത് അജന്തയാണോ എല്ലോറയാണോ ഒന്ന് നോക്കണം കേട്ടോ. ഏത് കറൻസിയുടെ പുറകിലാണ്? അജന്തയാണോ എല്ലോറയാണോ? എല്ലോറ നിങ്ങൾ നോക്കുക, നമ്മൾ കാലപ്പഴക്കം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അജന്തയ്ക്ക് ശേഷമാണ് എല്ലോറ വന്നത്. എല്ലോറയിലെ ചില ചിത്രങ്ങളാണ് ഇതാരാണ്? ഇത് ലോർഡ് ശിവ. ഇതാരാണ്? ഇത് ബുദ്ധനാണ്, സിദ്ധാർത്ഥ ഗൗതമൻ, ഇല്ലേ? കപിലവസ്തുവിൽ ജനിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു, ബീഹാർ വഴി പോകുന്നു, ബോധഗയയിൽ ഇരിക്കുന്നു, ബോധോദയം വരുന്നു, സാർനാഥ് ഉത്തർപ്രദേശിൽ പോകുന്നു, അവിടെ മൂപ്പരുടെ ജന്മം പറയുന്നു, ഉത്തർപ്രദേശിലെ കുശിനഗറിൽ വെച്ച് മഹാപരിനിർവാണം മരണപ്പെടുന്ന ബുദ്ധൻ ആണല്ലോ. ബുദ്ധനെയും ശിവനെയും നമ്മൾ കണ്ടല്ലോ. അടുത്തത് നിങ്ങൾ നോക്കി, ഇതൊക്കെ ആരാണ്? ഇത് ജൈന മതത്തിലെ മഹാവീരനാണ്, തീർത്ഥങ്കരന്മാരാണ്. കുറെ തീർത്ഥങ്കന്മാരെ കാണാൻ സാധിക്കും. അതായത് എല്ലോറ ഗുഹകളിൽ നമുക്ക് ഹിന്ദുയിസം കാണാൻ സാധിക്കും, എല്ലോറ ഗുഹകളിൽ നമുക്ക് ബുദ്ധിസം കാണാൻ സാധിക്കും, എല്ലോറ ഗുഹകളിൽ നമുക്ക് ജൈനിസം കാണാൻ സാധിക്കും. എല്ലോറ എന്ന് പറയുമ്പോൾ എല്ലാം എന്നോർത്തൂടെ, എല്ലാം, എല്ലോറ എല്ലാം അങ്ങനെ ഓർത്തൂടെ, എല്ലാം കാണാൻ സാധിക്കും. പലർക്കും കൺഫ്യൂഷൻ വരുന്ന സാധനം അജന്തയില് ബുദ്ധമതം, അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് കിടന്നു എന്ന് പറഞ്ഞ ഡയലോഗും മറ്റേത് ബന്ധമൊന്നുമില്ല, വെറുതെ തോന്നിയപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അജന്തയില് ബുദ്ധമതം മാത്രമേ ഉള്ളൂ. എല്ലോറയിൽ എല്ലാം കാണാൻ സാധിക്കും. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, പഠിക്കാൻ ഒരു കോഡ് തന്നിട്ടുണ്ട്. എവിടെയാണ് എല്ലോറ ഗുഹകൾ? നമ്മളിപ്പോൾ പറഞ്ഞു അജന്തയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാറി മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി തന്നെയാണ്. അജന്തയിൽ 30 ഗുഹകൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലോറയിൽ 34 ഗുഹ ഉണ്ടാകും. അത് കാണാതെ പഠിക്കണ്ട, കാരണം എല്ലാ മതങ്ങളും വരുമ്പോൾ ഗുഹയുടെ എണ്ണം കൂടില്ലേ. ഈ 34 എണ്ണത്തില് 17 ബ്രാഹ്മണിക്കൽ, ഹിന്ദുമതം
ശിവൻ, വിഷ്ണു, ദശാവതാരമൊക്കെ കാണാനൊക്കെ സാധിക്കും കേട്ടോ. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, കണ്ടു നോക്കിയാൽ മതി ഫ്രീ സമയത്ത്. 12 ബുദ്ധിസ്റ്റ് ആണ്. ജൈന മതത്തിലാണ് ഏറ്റവും കുറവ്, 5. ഏകദേശം AD 5-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ. അപ്പൊ നമുക്കറിയാം അജന്ത BC-യിൽ തുടങ്ങിയതാണ്. അപ്പൊ അജന്ത കഴിഞ്ഞ് കമ്പാരിറ്റീവ്ലി ന്യൂവർ ആണ്, കമ്പാരിറ്റീവ്ലി യങ്ങർ ആണ് നമ്മുടെ എല്ലോറ ഗുഹകൾ. അജന്തയിലെ വകടക രാജവംശം നമ്മൾ പറഞ്ഞല്ലോ. എല്ലോറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശം രാഷ്ട്രകൂട രാജവംശമാണ്. രാഷ്ട്രകൂട. ഈ എല്ലോറയ്ക്കകത്തുള്ള ഹിന്ദു ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളാണ് രാഷ്ട്രകൂടാസ് ഏറ്റവും കൂടുതൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ അടുത്ത് നടന്ന NTPC പരീക്ഷയ്ക്ക്, അതോ CGL-നാണോ ഞാൻ മറന്നു, ചോദിച്ച ചോദ്യമാണ്. എന്താ? ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നമ്മൾ എത്രയോ തവണ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? കനൗജിന് വേണ്ടി നടക്കുന്ന 3 പേര് തമ്മിലുള്ള യുദ്ധം. അതുകൊണ്ട് അത് കനൗജ് ട്രയാങ്കിൾ വാർ എന്നറിയപ്പെടും. ആരൊക്കെ തമ്മിലെ യുദ്ധം നടക്കുന്നത് നോക്കിയേ. ഗുർജര പ്രതിഹാരാസ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗം ഭരിച്ചിരുന്ന ഗുർജര പ്രതിഹാരാസ്. രാഷ്ട്രകൂടാസ്, ഇന്ത്യയുടെ സൗത്ത് ആ ഒരു ഡെക്കാൻ പോർഷൻ ഭരിച്ചുകൊണ്ടിരുന്ന, പിന്നെ ഈസ്റ്റേൺ ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന പാലാസ്. ഇതാ ചോദിച്ചത്. ആരൊക്കെയാണ്? ഗുർജര പ്രതിഹാരാസ്, പാലാസ്, രാഷ്ട്രകൂടാസ്. ഒടുവിൽ ഗുർജര പ്രതിഹാരാസ് ആ പ്രദേശം അങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ്. ഈ രാഷ്ട്രകൂടാസിന്റെ മാപ്പിൽ നിങ്ങൾ നോക്കുക, എല്ലോറ. രാഷ്ട്രകൂടാസിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മാൽഖേത്, കർണാടകയിലാണ്. ക്ലിയർ? ഈ രാഷ്ട്രകൂടാസും പട്ടടക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണോ? ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മ വെച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, രാഷ്ട്രകൂടാസാണ് അതിനകത്തുള്ള ഹിന്ദു ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മഹാരാഷ്ട്ര ഭാഗത്തുണ്ടായിരുന്ന യാദവന്മാര്, ദേവഗിരി, ദൗലത്താബാദ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. നമ്മൾ പഠിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം ദേവഗിരി കീഴ്പ്പെടുത്തുന്നു, ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സെയിം സ്ഥലം ഈ ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന യാദവന്മാര്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് മുൻപാണ് കേട്ടോ, ഡൽഹി സുൽത്താനൊക്കെ ഒരുപാട് മുൻപാണ്. ഈ യാദവന്മാരാണ് അവിടുത്തെ ജൈന ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും പണി കഴിപ്പിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക, അജന്ത കേവ്സിൽ പ്രൈമറിലി വക്കടക്കയാണെങ്കിൽ എല്ലോറ കേവ്സിൽ നമുക്ക് 2 കൂട്ടരെ കാണാൻ സാധിക്കും. ഒന്ന് രാഷ്ട്രകൂട ഡൈനാസ്റ്റി, മറ്റൊന്ന് യാദവ ഡൈനാസ്റ്റി. ക്ലിയർ ആണോ? എല്ലോറ കേവ്സിൽ എല്ലാവരും ഉണ്ടെന്ന് ഓർത്താൽ മതി. എല്ലാവരും ഉണ്ട്. ഓക്കെ, ഒരുപാട് ഗുഹകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് 16ാമത്തെ ഗുഹയിലാണ്, 16th കേവ്. കാരണം എല്ലോറയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമുണ്ട്. നമുക്ക് അതിൻ്റെ കൊത്തുപണികളും മറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഒരു കൈലാസനാഥ ടെമ്പിളാണ്. കൈലാസനാഥർ, കൈലാസത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ശിവനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് ഗുഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ തീരെ ഭംഗിയില്ല എന്നൊക്കെ വിചാരിക്കരുത്. ഇതാണ് എല്ലോറയിലെ ആ ചിത്രം. അതിനകത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കൊത്തുപണികൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു മോണോലിത്തിക് വർക്കാണ്, ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള വർക്കുകളാണ്. ഈ എല്ലോറയുടെ ചിത്രം ഏതെങ്കിലുമൊക്കെ നോട്ടിന്റെ പുറകിൽ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ അജന്തയും എല്ലോറയും നമ്മൾ പഠിച്ചു. നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റി ഒരു ബേസ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, യുനെസ്കോയെ പറ്റി ഒരു ബേസ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇനിയും ഇന്ത്യയിൽ 42 സൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം. ഈ പറഞ്ഞ പോലെ ആഴത്തിൽ തന്നെയായിരിക്കും പഠിക്കുന്നത്, സർഫസ് ലെവലിലായിരിക്കില്ല. GK കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായി വരികയാണ്. മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത്രയും ആഴത്തിൽ തന്നെ എത്ര ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കാൻ പാകത്തിൽ നമുക്ക് പഠിക്കാം. യെസ്, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കട്ടോ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അടിപൊളിയായിട്ട് വീണ്ടും പഠിക്കണം. കട്ട് ഓഫ് ഒക്കെ വന്നപ്പോൾ 1-2 മാർക്കിനൊക്കെ പോയവരുണ്ട്, പ്രത്യേകിച്ച് NTPC പരീക്ഷയ്ക്കൊക്കെ 1 മാർക്കിന് താഴെ പോയവരുണ്ട്. കുറേ പേരോട് അങ്ങനെ ഇന്ററാക്ട് ചെയ്തു. അടുത്ത പരീക്ഷ എത്രയും പെട്ടെന്ന് ഉണ്ടാകും. 1 മാർക്കിന് താഴെ പോയവർക്ക് വിഷമം ഉണ്ടാകും തീർച്ചയായിട്ടും. ചെറിയൊരു ബ്രേക്ക് എടുക്കുക, വീണ്ടും തിരിച്ചു വരിക, നല്ലപോലെ പഠിക്കണം. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ള ജോലി മേടിക്കണം. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.